റബ്ബറിനെ നാണ്യവിളയായി മാത്രം കണക്കാക്കാതെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണം. കാർഷിക വൃത്തി ലാഭകരമല്ലാത്ത തോട്ടം പ്ലാന്റേഷനുകളിൽ ഹെൽത്ത് ടൂറിസം, ഫാം ടൂറിസം, IT മറ്റു സ്റ്റാർട്ടപ്പുകളായി 50% ഭൂമി ഉപയോഗിക്കാനാവും വിധം നിയമ ഭേദഗതി നടത്തണം. മനുഷ്യനും വന്യജീവി ആക്രമണവും സംസ്ഥാനത്തുടനീളം സമീപകാലത്ത് ആക്രമണം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ഈ അടുത്ത വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ 100 കണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. വീടിന് മുന്നിൽ കൃഷിയിടങ്ങളിലും തൊഴിലിടങ്ങളിലുമായിരുന്നു ഈ മരണങ്ങൾ അധികവും. ജോലിക്കിറങ്ങാനും കുട്ടികളെ സ്കൂളിൽ വിടാനും വരെ കഴിയാതെ ഭീതിയോടെ കതകടച്ചു കഴിയുകയാണ് അവിടങ്ങളിലെ മനുഷ്യരൊക്കെയും. മനുഷ്യവാസ സ്ഥലങ്ങളിൽ വെച്ചുണ്ടാകുന്ന വന്യമൃഗ ആക്രമണം മൂലമുള്ള മരണങ്ങൾക്കുള്ള നിലവിലെ നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയും, കൂടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് അപകടങ്ങൾക്ക് നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപയും, പരിക്കേൽക്കുന്നവർക്ക് 5 ലക്ഷം രൂപയും നൽകേണ്ടതുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങിയാൽ പ്രതിരോധം തീർക്കുന്ന കർഷകർക്കെതിരെ കേസെടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം. കർഷകർക്ക് എതിരെയുള്ള അത്തരം കേസുകൾ പിൻവലിക്കണം. വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഏകോപനവും ഉണ്ടാകുന്നില്ല. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം സജീവമാകുന്ന തരത്തിലേക്ക് വനം വകുപ്പ് മാറിയിരിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ജോലി സൗകര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ കൊട്ടാര സദൃശ്യമായ ആഡംബര കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നതിന് പകരം മനുഷ്യജീവന് സുരക്ഷയൊരുക്കുന്നതിനു വേണ്ടി ഫണ്ട് നീക്കിവെക്കുക. പൂർണ്ണമായ തോതിൽ ഇലക്ട്രിക് സെൻസിംഗ് പദ്ധതി നടപ്പിലാക്കുക. വനം വകുപ്പിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്ന ജണ്ടകൾ കൃത്യമായും പൂർണ്ണമായും സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. ഫോറസ്റ്റ് അതിരുകൾക്ക് ചേർന്ന പുഴയിലും പുഴയോരങ്ങളിലും കടന്നുകയറിക്കൊണ്ടുള്ള ഫോറസ്റ്റ് വകുപ്പിൻ്റെ അനാവശ്യ ഇടപെടലുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും പുഴയും പുഴയോരങ്ങളും പൊതുജനങ്ങൾക്ക് നിർഭയമായി ഉപയോഗിക്കാനും കഴിയണം. കൃത്യമായ മുന്നറിയിപ്പുകളോ സുരക്ഷയോ ഒരുക്കാത്ത അപകട മേഖലയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് ക്രിമിനൽ നടപടി സ്വീകരിക്കുന്ന നിയമ ഭേദഗതിയാണ് ആവശ്യം. വനപ്രദേശങ്ങളോട് ചേർന്ന ജനവാസ മേഖലകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനു പകരം ടൈഗർ റിസർവ്ഡ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തികച്ചും ദുരുദ്ദേശപൂർവമാണ്. കാലങ്ങളായി മനുഷ്യർ വസിക്കുന്ന തരം സ്ഥലങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ വനം വകുപ്പ് അവസാനിപ്പിക്കണം. വെള്ളപ്പൊക്ക ദുരന്ത നിവാരണം. നമ്മുടെ കേരളം കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ദുരന്തമുഖം പലപ്പോഴായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ നിത്യജീവിതത്തെ നേർക്കുനേർ ദുരവ്യാപകമായ പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് ഡാമിലെ ചെളി, മണൽ എന്നിവ നീക്കുന്നതോടൊപ്പം പുഴകളിലെ ചെളിയും മണലും നീക്കുകയും തോടുകൾ വൃത്തിയാക്കി സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കേണ്ടതുമാണ്. ഇതിലൂടെ നിർമ്മാണ മേഖലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന മണലിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാനും വില നിയന്ത്രിക്കാനും സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകൾക്കും വരുമാന മാർഗമാവുകയും ചെയ്യും.